ഫ്രഷേഴ്സ് ആയിട്ട് ഇറങ്ങുന്ന ഒരു കൊച്ചിന് പ്രയത്നം അവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് അവരുടെ ബെസ്റ്റ് ഡിസിഷൻ എന്ന് തന്നെ പറയും. ഹായ് ഷെമിയുടെ പ്രയത്നയിലുള്ള ജേർണിയെ കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? പ്രയത്നയിൽ ഞാനിപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 years ആയി. സോ പ്രയത്നയിൽ വന്നത് പിന്നെ അത് തന്നെ പ്രൊഫഷണൽ ഗ്രോത്തിന് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ്. ലൈക്ക് മുന്നത്തെ സെൻറ്റേഴ്സിൽ കൂടെ വർക്ക് ചെയ്തപ്പോഴും തെറപ്പി എടുത്ത് പോവുക എന്നതല്ലാതെ ഒരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് അല്ലാതെ പ്രസൻറ്റേഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് പ്രയത്നയിൽ വന്നപ്പം ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും എക്സ്പോഷർ കിട്ടി. ഞാൻ ഒരു ഓഡിയൻസിനെയൊക്കെ ഫേസ് ചെയ്ത് ലൈക്ക് കാര്യങ്ങൾ സംസാരിക്കാനും പ്രസൻറ്റ് ചെയ്യാനും എല്ലാം തുടങ്ങിയത്. പ്രയത്നയിൽ ഒത്തിരി എക്സ്പീരിയൻസുകളിലൂടെ ഷെമി കടന്നുപോയിട്ടുണ്ടാവും. അതിൽ ഷെമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ലൈക്ക് എൻ്റെ മുന്നത്തെ എക്സ്പീരിയൻസിനെക്കാട്ടും എനിക്ക് കൂടുതലും ഇവിടെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയതും ഇഷ്ടപ്പെട്ടതും ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷനാണ്. കാരണം അതിൻ്റെ എക്സ്പോഷർ എനിക്ക് 4 years എൻ്റെ വർക്കിംഗ് ലൈഫിൽ എവിടെയും കിട്ടിയിട്ടില്ല. സോ അത് ഞാൻ ഒരുപാട് എൻ്റെ ഫ്യൂച്ചറിലും ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രയത്ന ഷെമിയെ പേഴ്സണലിയും അതേപോലെ തന്നെ പ്രൊഫഷണലിയും ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത സാഹചര്യങ്ങൾ? പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളായിരുന്നു. ബട്ട് ഇവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെയും മോട്ടിവേഷനും ലൈക്ക് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ കുറവുകൾ എന്താ, അതെല്ലാം അവർ എൻ്റെ ഡയറക്റ്റായിട്ട് അസേർട്ടീവായിട്ട് എനിക്ക് പറഞ്ഞു തന്ന് സോ നീ ഇത് കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നല്ലൊരു മോട്ടിവേഷൻ പ്രയത്നയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പിന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ പ്രൊഫഷണലി ഇവിടുത്തെ വർക്ക് കൾച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മുന്നത്തെ എക്സ്പീരിയൻസിനാണെങ്കിലും വർക്ക് എക്സ്പോഷർ ഉണ്ടെന്നല്ലാണ്ട് പ്രൊഫഷണലായിട്ടുള്ള പ്രസൻറ്റേഷൻ ഡോക്യുമെൻറ്റേഷൻ അങ്ങനത്തേതായ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒത്തിരി കുട്ടികൾ സ്പീച്ച് തെറാപ്പി കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. വളർന്നു വരുന്ന സ്പീച്ച് തെറാപ്പിസ്റ്റിന് ഷെമിക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്? ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ ഫ്രഷേഴ്സ് ആയിട്ട് ഇറങ്ങുന്ന ഒരു കൊച്ചിന് പ്രയത്നം അവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് അവരുടെ ബെസ്റ്റ് ഡിസിഷൻ എന്ന് തന്നെ പറയും. കാരണം അവർ ഇറങ്ങിക്കഴിയുമ്പം പിള്ളേർ ആ ഒരു സ്ട്രക്ചേർഡ് വേയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വേയിൽ അവർ വളർന്നു വരണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പ്രയത്നയിൽ തന്നെ വരണം. കാരണം ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ വേറൊരു സെൻറ്ററിൽ പോയാലും അവർക്കിനി കിട്ടത്തില്ല. താങ്ക് യു സോ മച്ച് ഷെമി ആൻഡ് ബെസ്റ്റ് വിഷസ്.